ഐ ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. കണ്ടോ കണ്ടോ? ഈ സെന്റൻസ് ഇങ്ങനെ പറയരുത്. ഈ സെന്റൻസ് തെറ്റാണ്. കാരണം ഹാഡിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് വരാറില്ല. അത് എപ്പോഴും വേറൊരു പാസ്റ്റ് ആക്ഷൻ്റെ കൂടെയാണ് വരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പറയേണ്ടി വരും. എന്തെന്ന് പറയുമോ? ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോവുകയാണ്? എവിടെയാണ് ശരിക്കും ഹാഡിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിച്ചുള്ള ഈ ഒരു പരിപാടി എവിടെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പറയേണ്ടത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു, ഹാഡിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക പേരുണ്ട്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഹാഡ് എന്താണ്? പാസ്റ്റ്. വെർബ് തേർഡ് ഫോം എന്താണ്? പെർഫെക്റ്റ്. രണ്ടും കൂടി പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. എന്ത്? ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കാം. നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഗ്രാൻഡ് ഫാദർ. നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ഉണ്ടല്ലോ, വെർ സെക്കൻഡ് ഫോം സിമ്പിൾ പാസ്റ്റ്, നമ്മുടെ ഫാദർ. നമുക്കറിയാം എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഫാദറാണ് വരിക അല്ലേ? ഫാദറാണ് കൂടുതലായിട്ട് വരിക. ഗ്രാൻഡ് ഫാദർക്ക് എപ്പോഴെങ്കിലും വരുള്ളൂ. ഗ്രാൻഡ് ഫാദർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോഴൊക്കെയാണ് അല്ലേ? എപ്പോഴും വരാറില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആര് വരിക? നമ്മുടെ ഗ്രാൻഡ് ഫാദർ വരിക, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് വരിക. അപ്പൊ സംസാരത്തിൽ എപ്പോഴും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറില്ല. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റിനെ ദ കിങ് ഓഫ് ടെൻസസ് എന്ന് പറയാൻ കാരണം. സിമ്പിൾ പാസ്റ്റിനെ ദ കിങ് ഓഫ് ടെൻസസ് എന്ന് വിളിക്കുക. ദ കിങ് ഓഫ് ടെൻസസ്. ടെൻസുകളുടെ രാജാവാണ് ആര്? സിമ്പിൾ പാസ്റ്റ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഇല്ലാതെ, വെർബ് സെക്കൻഡ് ഫോം ഇല്ലാതെ പരിപാടിയില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ ഞാൻ പറയുന്നു, മലയാള മീനിങ് ആണ് ചെയ്തിരുന്നു. എന്താണ് ചെയ്തിരുന്നു? അപ്പോൾ ചെയ്തിരുന്നു സിമ്പിൾ പാസ്റ്റിനും നമ്മൾ ചെയ്തിരുന്നു പറയാറുണ്ട്. ഞാൻ പറയുന്നു, ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ കഴിയും മലയാളത്തിൽ. ഒന്നാമതാണ് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. രണ്ടാമതാണ് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിരുന്നു. ഓക്കെ, ഇനി പെട്ടെന്ന് നമുക്ക് അവിടെ ടേബിൾ എന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാത്തതായിട്ടൊന്നുമില്ല ഇതിൽ ടേബിളിൽ. നമ്മുടെ ടേബിളിൻ്റെ ഒന്നാമത്തെ ബോക്സ് ആണ് ഐ, യു, ദേ, വി, ഹി, ഷി. ഇതെന്താണ്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇനി സിംഗുലർ ആയാലും കുഴപ്പമില്ല, പ്ലൂറൽ ആയാലും കുഴപ്പമില്ല. എല്ലാറ്റിൻ്റെയും കൂടെ ഹേഡാണ് വരേണ്ടത്. എന്താണ്? ഹേഡാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് വെർബ് തേർഡ് ഫോം നോക്കാം. ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഗോൺ. അതുപോലെ കം, കെയിം, കം. കം എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമും തേർഡ് ഫോമും സെയിം ആട്ടോ. സെക്കൻഡ് ഫോം മാറ്റേണ്ടത് കെയിം ആണ്. അത് നിങ്ങൾക്കറിയാം. അതുപോലെ ഡു, ഡിഡ്, ഡൺ. ഡൂവിൻ്റെ തേർഡ് ഫോം ഡൺ. സി ജസ്റ്റ് കാണുക അല്ലെ? സി. അതിൻ്റെ തേർഡ് ഫോമാണ് സീന്. മീറ്റിൻ്റെ കണ്ടുമുട്ടുക. മീറ്റ് തേർഡ് ഫോമാണ് മെറ്റ്. മേക്കിൻ്റെ തേർഡ് ഫോം മെയ്ഡ്. ഗിവ് തേർഡ് ഫോം ഗിവൺ. പ്ലേ തേർഡ് ഫോം പ്ലേഡ്. സ്റ്റാർട്ട് സ്റ്റാർട്ടഡ്. ഈറ്റ് ഈറ്റൺ. ഓക്കെ, ഡ്രിങ്കിൻ്റെ ഡ്രാങ്ക് ഡ്രങ്ക്. ഡൈഡ്, ഡൈ എന്ന് പറയുന്ന വെർബിൻ്റെ മരിക്കുക, അതിൻ്റെ തേർഡ് ഫോമാണ് ഡൈഡ്, മരിച്ചിട്ടുണ്ട്. ഫിനിഷ്ഡ്, കോൾഡ്, ഹെൽപ്ഡ്, ലെഫ്റ്റ്. എന്താണ്? ലീവ്, സ്ഥലം കാലിയാക്കുക, സ്ഥലം വിട്ടു പോവുക, ലീവ്. അതിൻ്റെ തേർഡ് ഫോമാണ് എന്ത്? ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ കോളം നമ്പർ 3 നിങ്ങൾക്കറിയാതൊന്നുമില്ല. എന്ത്? അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ദേർ ഉപയോഗിക്കാം, അവർ ദേർ ഉപയോഗിക്കാം. ഉണ്ടോ? ഇവിടെ ഹിയർ, അവർ ഹിയർ, മാർക്കറ്റിലേക്ക്, ടു വർക്ക് ജോലിക്ക്, അതുപോലെ സ്കൂളിലേക്ക് എന്നൊക്കെ പറയാം. അറിയാതൊന്നുമില്ല. ഇവിടെ ആണോ? ഇതാണ് സംഭവം. ഇതെല്ലാം നടക്കില്ല. ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിനെ നിലനിർത്തുന്ന, പാസ്റ്റ് പെർഫെക്റ്റ് പറയാൻ സഹായിക്കുന്ന, പാസ്റ്റ് പെർഫെക്റ്റിനെ പറയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതെല്ലാം നടക്കില്ല. എന്നുവെച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ഒരു ആക്ഷൻ വന്നേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അല്ലേ കേട്ടോ, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആക്ഷൻ അവിടെ വന്നു. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ബിഫോർ ലഞ്ച്. ബിഫോർ ലഞ്ച്, ലഞ്ചിന് മുന്നേ. ബിഫോർ ദ മീറ്റിംഗ്, മീറ്റിങ്ങിന് മുന്നേ കേട്ടോ. മീറ്റിങ്ങിന് മുന്നേ ഒരു ആക്ഷൻ വന്നിട്ടുണ്ട് മീറ്റിങ്ങിന് മുന്നേ എന്ന് പറയുമ്പോൾ. അതുപോലെ ബിഫോർ യു കെയിം ഹിയർ. ഇത് കണ്ടോ, സിമ്പിൾ പാസ്റ്റ് അല്ലേ? സബ്ജക്ട് പ്ലസ് ഒരു സെക്കൻഡ് ഫോം. ബിഫോർ യു കെയിം ഹിയർ, നീ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ. നീ ഇവിടെ വരുന്നതിന് മുന്നേ അവൾ അല്ലെങ്കിൽ അവർ പോയിരുന്നു. അതുപോലെ ബിഫോർ ഷീ അറൈവ്ഡ് ഹിയർ. ബിഫോർ ഷീ അറൈവ്ഡ് ഹിയർ, അവൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ.
മഴ പെയ്തിരുന്നു. ബിഫോർ ഇറ്റ് റെയിൻസ്, മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ. ഇതൊക്കെ സിമ്പിൾ പാസ്റ്റ് ആണ്, വരണം, ഇതിൻ്റെ കൂടെ വരണം. ബിഫോർ യു കോൾഡ് മീ, നീ എന്നെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പോയിരുന്നു. ബിഫോർ ദ ഡോക്ടർ കെയിം, ഡോക്ടർ വരുന്നതിന് മുന്നേ തന്നെ രോഗി മരിച്ചിരുന്നു. ഓപ്പറേഷൻ സക്സസ്. ഓക്കെ, ബിഫോർ ദ ഡോക്ടർ കെയിം. ഇനി നമുക്ക് ബിഫോർ എന്ന് പറയുന്ന വേർഡിന് പകരം ബൈ ദ ടൈം ഉപയോഗിക്കാം. പക്ഷേ മീനിങ് ചെറിയൊരു വ്യത്യാസം വരും. അതാണ് ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ, അല്ലേ, മുന്നേ തന്നെ. പക്ഷേ ബൈ ദ ടൈം എന്ന് പറഞ്ഞാലോ അപ്പോഴേക്കും എന്നർത്ഥം. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും. അതുപോലെ ബൈ ദ ടൈം ഷീ കെയിം ഹിയർ, അവൾ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ബൈ ദ ടൈം ഷീ കോൾഡ് മീ, കേട്ടോ, അവൻ എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ സ്ഥലം കാലിയാക്കിയിരുന്നു. ബൈ ദ ടൈം ദ ഡോക്ടർ കെയിം, കേട്ടോ, ഡോക്ടർ വന്നപ്പോഴേക്കും പേഷ്യൻറ്റ് അല്ലെങ്കിൽ രോഗി മരിച്ചിരുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി സെൻറ്റൻസ് ഉണ്ടാക്കാം. ഞാൻ പറയുന്നു ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു എന്ന് പറയാം. യെസ്, ഐ ഹാഡ് ഗോൺ ഇവിടെ ടു ദ മാർക്കറ്റ്. ഐ ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിന് ശേഷം ഇത് വരണം. അപ്പോഴാണ് ഇതാവുക, സെൻസ് കറക്റ്റ് ആവുക. എന്തായി? ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായി? ഐ ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നു അടുത്ത്. ഓക്കെ, മീറ്റിങ്ങിന് മുന്നേ തന്നെ അവൾ ഇവിടെ എത്തിയിരുന്നു എന്ന് പറയണം. അവൾ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ പറയാം, അല്ലെങ്കിൽ അവൾ വന്നിരുന്നു പറയാം. അപ്പോൾ പറയാം ഷീ, അവളല്ലേ, ഷീ ഹാഡ് കം ഓവർ ഹിയർ, അല്ലെങ്കിൽ ഷീ ഹാഡ് കം ഹിയർ ബിഫോർ ദ മീറ്റിംഗ്. അത് കറക്റ്റാണ്. ഇനി ഞാൻ പറയുന്നു ബിഫോർ യു കെയിം ഹിയർ, നീ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ പറയാം ഐ ഹാഡ് ഗോൺ ഇവിടെ ടു വർക്ക്. ഐ ഹാഡ് ഗോൺ ടു വർക്ക് ബിഫോർ യു കെയിം ഹിയർ. നീ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജോലിക്ക് പോയിരുന്നായി. ഇനി ഞാൻ പറയാണ്, അവൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മഴ പെയ്തിരുന്നു പറയാം. അപ്പോൾ പറയാം ഇറ്റ്, അല്ലേ, ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ പെയ്തിരുന്നു. ഇറ്റ് ഹാഡ് റെയിൻഡ് ബിഫോർ ഷീ അറൈവ്ഡ് ഹിയർ, അവൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മഴ പെയ്തിരുന്നു എന്നായി. ഇനി ഞാൻ പറയാണ് മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്നു. പറയാ ഞങ്ങൾ വി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് ബിഫോർ ഇറ്റ് റെയിൻഡ്. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനി ഞാൻ പറയാണ് ഡോക്ടർ. ഓക്കെ, ഡോക്ടർ എത്തുന്നതിന് മുന്നേ തന്നെ രോഗി മരിച്ചിരുന്നു. പറയാം ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. എന്താണ്? ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. ഇത്ര സിമ്പിളാണ് അല്ലേ? അല്ല, നിങ്ങളെന്തെങ്കിലും കഴിച്ചിരുന്നു? അപ്പോൾ നിങ്ങൾ പറയണത് നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ I had eaten some biryani before you came here. ഇനി നമുക്ക് ഈറ്റൺ, കഴിക്കുക, ഹാവ് എന്ന് പറയുന്ന വേർഡിനും കഴിക്കുക എന്ന അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തേർഡ് ഫോമാണ് ഹാഡ്. അപ്പോൾ 2 ഹാഡ് വന്നു. ഇങ്ങനെ I had some biryani before you came here. നമ്മുടെ ഒന്നാമത്തെ ഹാഡാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റിലെ ഹെൽപ്പിംഗ് വെർബ് അല്ലേ. രണ്ടാമത്താണ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ചോദിച്ചു ഈറ്റണിന് പകരം ഹാഡ് ഉപയോഗിച്ചു. I had some biryani before you came here. നന്നായി. ഓക്കെ, ഇനി ഞാൻ പറയുന്നു എങ്ങനെ? ബൈ ദ ടൈം. ഞാൻ പറയാണ് ഡോക്ടർ എത്തിയപ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ പറയാം ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബൈ ദ ടൈം ദ ഡോക്ടർ കെയിം. ഇനി ഞാൻ പറയുന്നു ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. The train had left by the time we reached the station. ഇനി നമുക്കിവിടെ ബൈ ദ ടൈം പകരം ചേർക്കാം, ബിഫോർ ചേർക്കാം. ഇങ്ങനെ
the train had gone before we reached the station. എങ്ങനെ പറയാവുന്നതാണ്, എങ്ങനെ പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെങ്ങനെയാ, ഇത് ഇവിടെ ചെക്ക് കൊണ്ടുവരാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ആക്ഷൻ ഇതിനെ സെൻറ്റൻസിന് മുന്നേ കൊണ്ടുവരാം. അങ്ങനെ പറയാം. എങ്ങനെ ഞാൻ പറയാണ്, ഡോക്ടറെ കൂടെ. ഓക്കെ, ബൈ ദ ടൈം ദ ഡോക്ടർ കെയിം ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. അങ്ങനെയും പറയാം, അങ്ങനെയും പറയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ പറയുന്നു, ഓക്കെ ഓക്കെ ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഫിനിഷ് ആക്കിയിരുന്നു എന്ന് പറയണം. അപ്പോൾ പറയാം, ഐ ഹാഡ് ഫിനിഷ്ഡ് ദ പ്രൊജക്റ്റ്. ഐ ഹാഡ് ഫിനിഷ് ദ പ്രൊജക്റ്റ് ബിഫോർ യു കോൾഡ് മീ. ഇതുപോലെ നിങ്ങൾക്ക് എത്രയും സെൻറ്റൻസിലൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഒന്നും ഉണ്ടാകും അല്ലേ, ഹാഡ് പ്ലസ് ഒരു തേർഡ് ഫോഹോ. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മറക്കരുത്, കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി പറയാൻ വേണ്ടി ശ്രമിക്കണം. ക്ലിയർ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു നോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. യെസ്, ഐ എം ഗിവിംഗ് യു ഓൺലി 1 second. You can take the screenshot.